മുല്ലശ്ശേരി KLDC കനാലിലെ ഒഴുക്കിന് തടസ്സമായി നിന്നിരുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ താൽക്കാലിക വളയം ബണ്ടിന്റെ അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങി. 10 മീറ്റർ ഭാഗത്തെ മണ്ണും തെങ്ങിൻ കുറ്റികളും ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് നീക്കിയത്. മണ്ണ് പുഴയിലേക്ക് തന്നെ ഒഴുക്കി തെങ്ങിൻ കുറ്റികൾ മാത്രമേ നീക്കം ചെയ്യുന്നുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവർത്തനം പൂർത്തിയാകും. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക വളയം ബണ്ടുകൾ നീക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ബണ്ട് നീക്കിയിരുന്നെങ്കിൽ ആഴം കുറഞ്ഞ പെരിങ്ങാട് പുഴയിലേക്ക് വീണ്ടും മണ്ണൊഴുക്കേണ്ട സ്ഥിതി വരില്ലായിരുന്നുവെന്നും പുഴയുടെ സ്വാഭാവിക ആഴം കുറയാതെ സംരക്ഷിക്കാനാകുമെന്നും ഇടിയഞ്ചിറ സംരക്ഷണ സമിതി അംഗങ്ങളും നാട്ടുകാരും ആരോപിച്ചു. KLDC കനാലിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നവീകരണം പൂർത്തിയായ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ 5 ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. വളയം ബണ്ട് നീക്കാതെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നത് നീരൊഴുക്കിന് തടസ്സമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തിരമായി പടിഞ്ഞാറ് ഭാഗത്തെ ബണ്ടിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കാൻ നടപടിയായത്. MLA C. രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൃഷികൾക്ക് അനുസൃതമായ ഏനാമാക്കൽ ഇടിയഞ്ചിറ റെഗുലേറ്ററുകളുടെ പ്രവർത്തനങ്ങളിൽ സമയക്രമം പാലിക്കാൻ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനാവശ്യമായ കാര്യങ്ങൾ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ചേർന്ന് നടത്തുമെന്നും MLA പറഞ്ഞു. റെഗുലേറ്ററിന്റെ താഴെയുള്ള ബണ്ട് പൂർണ്ണമായിട്ടും നീക്കുന്നതിന് വേണ്ടി, അതിലെ കുറ്റികളടക്കം നീക്കുന്നതിന് വേണ്ടി ഡ്രഡ്ജർ ഈ ഇടിയഞ്ചിറയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് ഉടൻ തന്നെ ഈ ബണ്ടിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നീക്കും. ഒഴുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ പുനഃസ്ഥാപിക്കും. അങ്ങനെ ഇടിയഞ്ചിറ റെഗുലേറ്റർ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ എത്തും.